അതോ നീ ഇത് എന്താ കൊണ്ടുപോണത്? അമ്മ ഇത് അടുക്കളയിലെ വേസ്റ്റാ. പച്ചക്കറി വേസ്റ്റ് നമ്മൾ തെങ്ങിന്റെ കടക്കിൽ കൊണ്ടിടാൻ ചെയ്യാറ് അല്ലെങ്കിൽ വലിച്ചെറിയാണോ ചെയ്യാറുള്ളത്? അയ്യോ ഞാൻ മറന്നുപോയി. ഇത് നമ്മൾ കമ്പോസ്റ്റ് ആക്കാവല്ലേ ചെയ്യാവ്. അപ്പൊ നിനക്ക് അറിയാലേ. അപ്പൊ നീ നമ്മളെ എങ്ങനെയാണ് പച്ചക്കറി വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് ആക്കി എടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇതാർക്കും വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊരു 5 സെന്റോ 10 സെന്റോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഒക്കെ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. നമ്മളൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് മുളക് തൈയോ കുറച്ച് തക്കാളി തൈയോ ഒക്കെ വളർത്തുന്ന ആൾക്കാർക്ക് 10 പൈസ ചിലവില്ലാതെ നമ്മുടെ ഈ ഒരു അടുക്കള വേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കണ്ടോ, നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു ബക്കറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇങ്ങനെ ഒരു കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. കണ്ടോ, നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള കമ്പോസ്റ്റ് എന്ന് നമുക്കിതിനെ പറയാം. കാരണം ഇതിൽ മുട്ടത്തോടും സവാളത്തൊലിയും അങ്ങനെയുള്ള എല്ലാതും തന്നെ പച്ചക്കറിയുടെ വേസ്റ്റുകൾ കംപ്ലീറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു പച്ചക്കറി വേസ്റ്റാണ്. 10 പൈസ ചിലവില്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വേസ്റ്റ് എന്ന് നമുക്ക് പറയാം. തെങ്ങിൻ്റെ കടക്കിലേക്കോ വീട്ടുവളപ്പിലേക്കോ അന്യൻ്റെ പറമ്പിലേക്കോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ, സാധാ ഒരു പൊട്ടിയൊരു ബക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റ് ബക്കറ്റ് ഉണ്ടല്ലോ, അത് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ദ്വാരങ്ങളിട്ടിട്ട് നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ പൂച്ചട്ടി, അതായത് നമ്മുടെ ചെടിച്ചട്ടി ഉണ്ടല്ലോ, അതായാലും മതി നമുക്കൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ നമ്മൾ ചകിരിച്ചോറ് അല്ലെങ്കിൽ ഇനോക്കുലം ഒന്ന് നിരപ്പാക്കിയിട്ടിട്ട് അതിന് ശേഷം പച്ചക്കറിയുടെ ഡെയിലി വരുന്ന വേസ്റ്റുകൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ ഈ ഒരു അടപ്പ്, ഇതിൻ്റെ ഒരു ഇത് അടച്ചു വെക്കണം. ഈ ഒരു ബോക്സ് നമ്മൾ തുറക്കാനായിട്ട് പാടുള്ളൂ. അതും മൊത്തം കളക്ട് ചെയ്ത് വെച്ചിട്ട് ആ പച്ചക്കറിയുടെ വേസ്റ്റ് ഇടുന്നു. വീണ്ടും നമ്മൾ ഇനോക്കുലം അല്ലെങ്കിൽ ഇനോക്കുലം കിട്ടില്ലെങ്കിൽ ചകിരിച്ചോറ് ഇടണു. വീണ്ടും പിറ്റേ ദിവസം നമ്മൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ തുറക്കാനായിട്ട് പാടുള്ളൂ. വീണ്ടും ഇടുന്നു. അങ്ങനെ മീതെ ഇട്ട് വന്നിട്ട് ഒരു 3 മാസത്തോളം അങ്ങനെ ആയിട്ട് നമ്മളൊരു 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി കമ്പോസ്റ്റ് കിട്ടുകയാണ്. ഒരു 10 പൈസ ചിലവില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കമ്പോസ്റ്റ് അല്ലേ ഇത്. നോണായിട്ടുള്ള വസ്തുക്കൾ, അല്ലാതെ ഇറച്ചി മീൻ അഴുകിയ വസ്തുക്കളൊന്നും നമ്മളിതിൽ ഇടാനായിട്ട് പാടില്ല. ഡ്രൈ ആയിട്ടുള്ള, പ്രത്യേകിച്ചും നമ്മുടെ ദിവസേന വരുന്ന നമ്മുടെ മുട്ടത്തോടും അതുപോലെ തന്നെ സവാളത്തോലി, പച്ചക്കറിയുടെ വേസ്റ്റുകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടോ, ഇതുപോലെ ഇതാണ് നമ്മുടെ ഒരു ദിവസം നമ്മൾ കളക്ട് ചെയ്ത് വെച്ച പച്ചക്കറിയുടെ വേസ്റ്റാണിത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറക്കാനായിട്ട് പാടില്ല. ദിവസത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഓരോ പ്രാവശ്യവും നമ്മുടെ ഈ ഒരു പച്ചക്കറിയുടെ വേസ്റ്റ് കണ്ടോ നമ്മളിതിലിടുന്നു. അതിനുശേഷം നമ്മുടെ ഇനോക്കുലം ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വെതറി കൊടുക്കണം. പിന്നെ ഇത് നമ്മൾ നല്ല വെയിലത്ത് കൊണ്ടുവയ്ക്കാനായിട്ട് പാടില്ല. തണലത്ത് നമ്മുടെ വർക്ക് ഏരിയയുടെ ഭാഗത്ത്, അടുക്കളയുടെ ആ ഭാഗത്ത് ഒന്ന് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ തുടങ്ങും. അങ്ങനെ നിറച്ച് വെച്ച കമ്പോസ്റ്റ് കണ്ടോ ഈ ഒരു ഒറ്റ പാത്രത്തോളം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇങ്ങനത്തെ ഒരു ബക്കറ്റ് ഉണ്ട്, അതെടുത്തിട്ട് വീണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്.